ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ പഴനിയിൽ വന്നു, പഴനി മല കയറി മുരുകനെ കണ്ടു. തിരിച്ചിറങ്ങി വന്നു, പഴനി മല ഇറങ്ങി വന്നു. വളരെ ടയർഡായിരുന്നു, രാവിലെ ഫുഡൊന്നും കഴിക്കാതെ പോയി. അപ്പോൾ തിരിച്ചു വന്ന് ഒരു സോഡ നാരങ്ങ വെള്ളം കുടിച്ചു. എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വന്നതാണ്. ഇത് ഹോട്ടലിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞാൽ ശ്രീ മീനാക്ഷി ഹോട്ടലാണിത്. നല്ല ഫുഡാണ്. കേരള സ്റ്റൈൽ ചോറല്ല, ഇവിടുത്തെ അരിയാണ്, പൊന്നി അരിയാണിത്. സാമ്പാർ നല്ലതാണ്. ഇത് അവിയൽ, തോരൻ, പിക്കിള്, പിന്നെ ബീറ്റ്റൂട്ട് കൊണ്ടുള്ളൊരു കറിയാണ്. പായസം, പപ്പടം, നല്ല ഊണാണ്. അപ്പം ഞാൻ എന്തായാലും ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. ഇതെങ്ങനെ കഴിക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം ഇങ്ങനെ ഒരു പപ്പടം എടുക്കണം, അതിങ്ങനെ വെക്കണം. ഇത്തിരി തോരൻ എടുക്കണം, ഇത്തിരി ഈ കറി എടുക്കുക, ഇത്തിരി അച്ചാർ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ എടുത്ത് അടിപൊളി. കുറച്ച് ഇതൊക്കെ കാണിക്കും. നല്ല വൃത്തിയുണ്ട് കേട്ടോ ഹോട്ടലിൽ. നല്ല വൃത്തിയുണ്ട്, കറികളൊക്കെ ഒത്തിരി കാണിച്ചു. നല്ല വൃത്തിയുണ്ട്, നീറ്റ് ആൻഡ് ക്ലീനാണ്. എല്ലാത്തരം ഫുഡുകൾ ഉണ്ടാവുന്നു. തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ ചോറ്, ക്യാബേജ് തോരൻ, പച്ചക്കറി കേട്ടോ. ഇവിടെ എല്ലാവരും, ഇവിടെ ഉള്ളവരൊക്കെ പച്ചക്കറി കഴിക്കുന്നത്. ഇത് കൂടുതലും പച്ചക്കറിയാണ്. വല്ലപ്പോഴും ആണ് നോൺ വെജൊക്കെ കഴിക്കുന്നത്. ചിക്കൻ കുഴമ്പ്. ഇത് വന്ന് പൊന്നിയരി റൈസ്, സാമ്പാർ, അവിയൽ, പിന്നെ ഇതിനെന്താ പറയുക തമിഴില്, എന്ത് കുഴമ്പ്? ക്യാബേജ് കുഴമ്പ്, ബീറ്റ്റൂട്ട് കുഴമ്പ്, വന്ന് പിക്കിള്, പഴം റൈസ്. ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെട്ടി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെയാണ് മാം ഉണ്ണണത് കേട്ടോ. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കാണിച്ച്. പപ്പടമാണ് ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ്. വലിയ പപ്പടം ഒടിച്ചെടുത്ത്. ന്യൂട്രലിൽ എൻ്റെ പപ്പടം അടിച്ചു മാറ്റി വലിയ പപ്പടവും കാണിച്ചിട്ട്. ബീട്രൂട്ട് നല്ല ടേസ്റ്റി ആണ്. ഞാൻ പ്രതീക്ഷിച്ചില്ല, പക്ഷെ നല്ല ഫുഡാണ്. ദേവലോകം ചാനൽ, ദേവലോകം യൂട്യൂബ് ചാനൽ. ഞങ്ങൾ പറഞ്ഞു നല്ല വൃത്തിയുണ്ട്, നല്ല ഫുഡാണ്. ഫോണില്ലേ ദേവലോകം യൂട്യൂബ് ചാനൽ കാണാം, നോക്കിയ. എങ്ങനെയുണ്ട്? എത്ര മിനിറ്റായി? ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ദേവലോകത്തിൽ ഒരുപാട് കാശുണ്ട്, യാത്ര ചെയ്യുന്നു, ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നു എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? മനസ്സ് നന്നായാൽ എന്ത് ചെയ്യും? എല്ലാം കിട്ടും. എനിക്ക് നല്ലൊരു മനസ്സുണ്ട്. അതുകൊണ്ട് നല്ല ഫുഡ്, നല്ല ഭക്ഷണം. വീട്ടിൽ പിന്നെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾ എവിടെ ചെന്നാലും ഞങ്ങൾക്ക് ഭക്ഷണം തരാനും താമസിക്കാനും എന്ത് ചെയ്യണം, ഫുഡ്, വെള്ളം തരാനും ചെന്നാൽ അതേപോലെ ഞങ്ങൾ സ്വീകരിക്കും. അതാണ് തമിഴ്നാട്ടിലുള്ള ആളുകൾ നമ്മളോട് കാണിക്കുന്ന ഇല്ലേ. പക്ഷേ നമ്മുടെ നാട്ടുകാർ എൻ്റെ പൊന്നോ
ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമ്മളൊക്കെ നല്ല കാര്യം ചെയ്യുന്ന ആളുകളാണ്, മനസ്സിലായ? വെള്ളം ഒഴിക്കുന്ന വീഡിയോ ഉണ്ടോ? നമ്മൾ അണ്ണൻ കൊണ്ടുവന്ന് വെള്ളം ഒഴിക്കുക. അണ്ണൻ്റെ പേരെന്താണ്? പേരെന്താ? ശരവണൻ. അണ്ണൻ്റെ പേര് ശരവണൻ. മുരുക ഭക്തനാണ് അല്ല അണ്ണ? മുരുകന്റെ ആളാണ് അല്ലേ? സ്വന്തം ആളാണ് അല്ലേ? മീനാക്ഷി ഭവൻ, പഴനിയിൽ മീനാക്ഷി ഭവനിൽ നിങ്ങളെല്ലാവരും വരണം. നല്ല ഭക്ഷണമാണ് ഇവിടുത്തെ, തൊട്ടടുത്ത് തന്നെയാണ്. നല്ല ഫുഡാണ്. എന്താ അടിപൊളി. അപ്പം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനാണ്. എൻ്റെ ഫുഡ് തീരാറായി. കുറച്ചും കൂടി ചോറ് വാങ്ങും. എന്താ ഇത്? പായസമാണ്, സേമിയം ഇല്ല. അപ്പം ഞാൻ കുറച്ചും കൂടി ഭക്ഷണം വാങ്ങിച്ച് കഴിച്ച് റെസ്റ്റ് ഉണ്ട്, ഉറങ്ങണം. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ച് സമാധാനമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ആരെയും വേദനിപ്പിക്കരുത്, ആരെയും വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കരുത്, തല്ലരുത്, കുടിക്കരുത്, വലിക്കരുത്, ഒന്നും ചെയ്യരുത്. കുടുംബമായി ജീവിക്കുക. ഭാര്യ ഭർത്താക്കന്മാർ കുട്ടികളായിട്ടൊക്കെ പഴനിയിൽ വരിക. അവർക്കൊക്കെ എൻജോയ്മെൻറ്റ്. ഇപ്പോൾ സീസണാണ്, പിന്നെ മഴ തുടങ്ങും. മഴ ഓഗസ്റ്റിലൂടെ മഴയാണ്, 2 മാസത്തേക്ക് മഴ. അപ്പം നമ്മളിവിടെ ഓണം തുടങ്ങുന്ന ടൈമും കൂടിയാണ്. അപ്പോൾ എല്ലാവരും വരിക, സന്തോഷമായിട്ട് എൻജോയ്മെൻറ്റ് ചെയ്യുക. ഓഗസ്റ്റ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം. ചക്കു പഴനിയിൽ വരാൻ പറ എല്ലാവരോടും. അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ഹിന്ദുക്കളായിട്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ നിങ്ങൾ വരും, പഴനിയിൽ വരിക. പഴനിയിൽ ഒരു കാര്യമുണ്ട്, ദേവസ്വത്തിൻ്റെ റൂമുണ്ട്, അതിന് ചാർജ് കുറവാണ്. പിന്നെ വൃത്തിയും മെനയൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ദേവസ്വത്തിൻ്റെ റൂം എടുക്കാൻ ശ്രമിക്കുക. മറ്റേ റൂമിനൊക്കെ ഭയങ്കര ചാർജാണ്. ഞങ്ങൾക്ക് കാശുള്ളവരാണെങ്കിൽ നിങ്ങൾ എടുത്തോട്ടോ, അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ റൂം വേണമെന്നും പറഞ്ഞ് പുറകെ നടക്കുന്ന ആളുകളുണ്ട്, അവരുടെ അടുത്ത് പോയി വീഴരുത്, പറ്റിക്കലാണ്. അപ്പം എല്ലാവരും സമാധാനം സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ ഓക്കെ, ബൈ പറ. ബൈ.